ദുർഗ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ജനലിൻ ചോദിക്കുമ്പോ എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ, ഇല്ല, എനിക്ക് വിശപ്പില്ല. രാത്രി സമയം ഒരുപാടായില്ലേ, നീ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? അവൾ പുറത്തെ ജനാലയിലേക്കൊന്ന് നോക്കി. പുറത്ത് നല്ല മഞ്ഞു വീഴ്ചയുണ്ട്. ഹാ, ഇന്ന് പോയേ പറ്റുള്ളൂ. ഇന്ന് പോയില്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്ന് തണുപ്പ് കൂടുതലുള്ള ദിവസമാ. പോകുമ്പോ ആരെങ്കിലും കൂടെ കൂട്ടുന്നതാണ് നല്ലത്. ഒറ്റയ്ക്ക് നീ പോകണ്ട. വേണ്ട. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാണ്. എന്റെ ജീവിതവും ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം വേണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. പിന്നെ ജനലിലൊന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സ്വഭാവമാണ് ദുർഗയുടേത്. സ്വന്തമായി എടുക്കുന്ന തീരുമാനം അത് എന്തു തന്നെയാണെങ്കിലും വിജയം പൂർത്തിയാക്കിയിട്ടേ ദുർഗയ്ക്ക് സമാധാനമുള്ളൂ. ജനലിന്റെ മകളുടെ പിറന്നാളാഘോഷം കൂടാൻ വേണ്ടി വന്നതായിരുന്നു ദുർഗ. തന്റെ ബിസിനസ് ക്ലയന്റും നല്ലൊരു സുഹൃത്തുമായിരുന്നു ജനലിൻ. അവളുടെ മകളെ ദുർഗയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടി അവഗണിക്കാൻ ദുർഗയ്ക്ക് കഴിയുമായിരുന്നില്ല. ദുർഗ കാറിൽ കയറി യാത്ര തിരിക്കുമ്പോ വണ്ടി നിറയെ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. കുറച്ചു ദൂരം സാധാരണ റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റിമോട്ട് ഏരിയ ആണ്. ഇന്നത്തെ ദിവസം അതിശൈത്യം കാരണം രാത്രിയിൽ ആരും പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. കാനഡയിലെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു ഇന്ന്. അവൾ പെട്ടെന്ന് ഒരു റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന കണ്ടപ്പോ അപ്പോൾ തന്നെ ബ്രേക്ക് ചവിട്ടി. പുറത്ത് സ്ട്രീറ്റിൽ അവൾ ശ്രദ്ധിച്ചു. വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കരുത് എന്ന് അവൾക്ക് അറിയാമായിരുന്നിട്ടും അവളുടെ മനസ്സ് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോയി. അവൾ അന്ന് ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ മനക്കരുത്ത് മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരു പെണ്ണൊറ്റയ്ക്കായാൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. സ്വന്തമായൊരു തൊഴിലില്ല, കിടക്കാൻ ഒരിടമില്ല. ദുർഗ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വയറു വിശക്കുമ്പോ പട്ടിയെ പോലെ വലിഞ്ഞു കയറി വരും എന്നായിരുന്നു മന്ദാകിനി പോലും കരുതിയത്. പക്ഷെ അവൾ ആദ്യം ഒരു ഹോസ്റ്റലിൽ താമസിക്കാനായി കയറി. അവിടെ നിന്നും ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കാനും പാത്രം കഴുകാനുമെല്ലാം ഒരു ജോലി തരപ്പെടുത്തിയെടുത്തു. അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ തുക ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ മാത്രമേ തികയുന്നുണ്ടായിരുന്നുള്ളൂ. ജീവിതം അപ്പോഴും കഷ്ടപ്പാടിൽ തന്നെയായിരുന്നു. ഹോസ്റ്റലിലെ ചില്ലറ ജോലികൾ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ് ഒഴിവാക്കിത്തരാം എന്ന് വാർഡൻ പറഞ്ഞപ്പോ അത് ദുർഗയ്ക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം മുടങ്ങിപ്പോയ തന്റെ PG പഠനം അത് തുടർന്നു കൊണ്ടുപോകുക എന്ന് തന്നെയായിരുന്നു. ഒരു ലക്ഷ്യവുമില്ലെങ്കിൽ പോലും ഹോസ്റ്റലിലെയും ഹോട്ടലിലെയും ജോലിക്കൊപ്പം പഠനവും അവൾ മുന്നോട്ട് കൊണ്ടുപോയി. റൂമിൽ തന്നെ കിട്ടുന്ന സമയങ്ങൾ ഇരുന്ന് പഠിച്ച് PG അവൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും അവൾ ആ നാടിന്റെ നാശം തന്നെയായിരുന്നു. രവി എന്ന മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചിറങ്ങിയ ഒരു പിശാശ്, അതായിരുന്നു നാട്ടുകാരുടെ കണ്ണിൽ അവളുടെ സ്ഥാനം. പെട്ടെന്നൊരു ദിവസമായിരുന്നു കാനഡയ്ക്ക് പോകാൻ ഒരു അവസരം ദുർഗയെ തേടി വരുന്നത്. അവളുടെ സ്വപ്നത്തിൽ പോലും കാണാത്തൊരവസരം. അതിന് നല്ലൊരു പൈസ ചെലവുണ്ടാകും എന്നവൾക്കറിയാം. പക്ഷെ ആ നാട്ടിൽ നിൽക്കാൻ, മറ്റുള്ളവരുടെ മുഖം കാണാൻ അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ആ ശ്രമം അവൾ കളഞ്ഞില്ല. സ്വന്തമായി തന്നെ അധ്വാനിച്ച് ആരുടെയും തുണയില്ലാതെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തും അവൾ കാനഡ എന്ന സ്വപ്നം നിറവേറ്റി. വിമാനം പറന്നുയരുന്ന സമയത്ത് പോലും അവൾ താഴേക്കൊന്ന് നോക്കി. അവിടെ ഒരു ചെറിയ ലോകം അവൾ കണ്ടു. അവളെ കുത്തിനോവിച്ച മനുഷ്യർ എന്ന് പറയുന്നവർ എല്ലാം ഒരു ചെറിയ അണുക്കൾ പോലെ അവൾക്ക് തോന്നി. വിമാനം വീണ്ടും മുകളിലേക്ക് ഉയർന്നപ്പോ ആ അണുക്കളെല്ലാം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തിയിട്ടും കഷ്ടപ്പാടിനൊരു കുറവില്ലായിരുന്നു. പക്ഷെ തന്റെ കഴിഞ്ഞ കാലം വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന കഷ്ടപ്പാടുകളെല്ലാം അവൾക്കൊരു അലങ്കാരം തന്നെയായിരുന്നു. തോറ്റുകൊടുക്കാതെ പൊരുതി നേടിയൊരു പെണ്ണിന്റെ അഹങ്കാരം. വേനലും ശൈത്യവും വസന്തവും മാറി മാറി വന്നു. പക്ഷെ മാറാത്തതൊന്നും മാത്രം: പണം. ഈ പ്രപഞ്ചത്തിൽ അവൾ അറിയാതെ അവളെ സ്നേഹിച്ചതും കൂടെ നിന്നതും. പണമാണ് ലോകത്തിലെ ഏറ്റവും അമൂല്യം എന്ന തിരിച്ചറിവിലേക്ക് വരാൻ വർഷങ്ങളോളം സമയമെടുത്തു. വർഷങ്ങൾ കടന്നുപോയി. ചില വർഷങ്ങൾ അങ്ങനെയാണ്. ജനിച്ച മണ്ണിൽ വളർന്നില്ല എങ്കിലും പിഴുതു മാറ്റിവെച്ച മണ്ണിൽ അതൊരു വടവൃക്ഷമായി മാറും. അതിന്റെ അടിവേരെടുക്കാൻ ചിലപ്പോ മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ കാനഡയിലെ തണുത്തുറച്ച മണ്ണിൽ ഒരു ചെറിയ കമ്പനി വളർന്നു വരാൻ തുടങ്ങി. അതായിരുന്നു ദുർഗ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ട്രേഡിംഗ്. സ്വന്തം നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണം എന്നതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ഭാവി കാലത്തോട് ഒരു പൂവ് ചോദിച്ചപ്പോ കാലം അവൾക്ക് തിരികെ കൊടുത്തത് ഒരു പൂന്തോട്ടമായിരുന്നു. പെണ്ണ് ചിലപ്പോ അങ്ങനെയാണ്. അവളിലൊരു അഗ്നിയുണ്ട്. അത് ആളിക്കത്തിയാൽ അത് കെടുത്താൻ പടച്ചുവിട്ട ദൈവത്തിന് പോലും ഒരു പക്ഷെ സാധിച്ചെന്ന് വരില്ല. പലരും പറയും പെണ്ണിന് പണമാണ് കാമുകനെന്ന്. അതെ, പെണ്ണിന് പണം തന്നെയാണ് കാമുകൻ. അവൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം, അത് കൈ കിട്ടുമ്പോ മറ്റൊന്നിനും തരാത്തൊരു സംതൃപ്തി ദുർഗയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം പണമാണ്. പണം ഉണ്ടെങ്കിൽ എന്തും കിട്ടും. കൂട്ടിരിക്കാൻ മനുഷ്യർ. കാൽച്ചുവട്ടിൽ പോലും അവർ വന്നു നിൽക്കും. അതാണ് പണം.
ദുർഗ ഒരിക്കലും തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല. പക്ഷെ തന്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അവൾ നാട്ടിൽ ഓപ്പൺ ചെയ്തിരുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിന്റെ ഇനാഗ്രേഷൻ പരിപാടികൾക്കായി അവൾക്ക് അവിടേക്ക് പോകേണ്ടതായിട്ട് വന്നു. കുത്തി നോവിച്ചവർക്കും ചവിട്ടി താഴ്ത്തിയവർക്കും ഇടയിൽ കൂടി ഒരു മിന്നൽ വേഗതയിൽ ഒരു വാഹനം കടന്നു പോകുന്നുണ്ടായിരുന്നു. അഹങ്കാരി എന്ന് വിളിച്ചവർ ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ അവൾക്ക് അവരോട് വെറും പുച്ഛമാണ് തോന്നിയത്. താൻ പണിതുയർത്തിയ ആ നാട്ടിലെ ഏറ്റവും വലിയ വീട്ടിലേക്ക് അവൾ കയറുമ്പോ അവളെ വരവേൽക്കാൻ എഴുതിത്തള്ളിയ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരി ഒന്ന് കാണാൻ രവിയും മന്ദാകിനിയും ആ ഒരു കൂട്ടത്തിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെയും നാട്ടുകാരുടെയും തന്നെ നോക്കിയുള്ള ആ നിൽപ്പ് കണ്ടപ്പോ അവളുടെ മനസ്സിലെ മധുര പ്രതികാരത്തിന് ഇരട്ടി മധുരത്തിന്റെ രുചിയായി. തന്റെ മനസ്സ് നിറഞ്ഞ് തിരികെ കാനഡയിലേക്ക് വിമാനം കയറുമ്പോ ഒരു ജന്മം സഫലമായ ആഗ്രഹങ്ങളുടെ സംതൃപ്തി അവളുടെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും മുന്നിൽ ഒരു റെഡ് ലൈറ്റ് കത്തി. അടുത്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല മഞ്ഞു വീഴ്ചയും. ഓർമ്മകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവൾ ആ നിമിഷം ഒരു പോരാളിയായി മാറാറുണ്ട്. ഈ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞാൽ ഒരു റിമോട്ട് ഏരിയ ആണ്. അത് ക്രോസ് ചെയ്ത് വേണം അടുത്ത സ്ട്രീറ്റിലെത്താൻ. സമയം അപ്പോഴേക്കും 11 മണിയായിരുന്നു. റോഡിലെങ്ങും ആരുമില്ല, എവിടെയും ഇരുട്ട് മാത്രം. കാറിന്റെ ഡിം ലൈറ്റിൽ റോഡ് കാണാൻ കഴിയുന്നുണ്ട്. അവൾ കുറച്ചുകൂടി കാറിന്റെ വേഗത കൂട്ടി. പക്ഷെ പെട്ടെന്ന് തന്നെയാണ് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു കാര്യം സംഭവിക്കുന്നത്. വണ്ടി ആ ഒരു റിമോട്ട് ഏരിയയിൽ വെച്ച് നിന്നു പോയിരിക്കുന്നു. അവളുടെ നെഞ്ചിടിപ്പിന്റെ താളം കൂടി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങൾ. തണുപ്പിന്റെ ശക്തി വണ്ടിക്കുള്ളിലേക്ക് അതിശക്തിയായി പ്രവേശിക്കുന്നുണ്ട്. ഒരുപാട് നേരം വണ്ടിക്കുള്ളിൽ തന്നെ ഇരിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കാലിനും കയ്യിലും ചെറിയ വാദത്തിന്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. ഇനി കാറിലിരുന്നാൽ മരവിച്ച് മരിക്കും എന്ന് മനസ്സിലുറപ്പിച്ച് അവൾ പുറത്തേക്കിറങ്ങി. ഫോണിൽ പലരെയും വിളിക്കാൻ നോക്കി, പക്ഷേ അത് കിട്ടുന്നുമില്ല. ജീവിതത്തിൽ ഇത്രയും വലിയൊരു അവസ്ഥയെ മുഖാമുഖം കാണേണ്ടി വരും എന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ഉപയോഗിച്ചിരുന്ന ജാക്കറ്റിന് പോലും അവിടുത്തെ തണുപ്പിനെ തടഞ്ഞു നിർത്താൻ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. എവിടെയും ഇരുട്ട് മാത്രം. ആ ഒരു ഏരിയയിൽ പോലും മറ്റു വീടുകളോ ആളുകളോ ഒന്നും തന്നെയില്ല. ആ ഒരു തണുപ്പിൽ കുറച്ചു നേരം നടന്നപ്പോൾ തന്നെ അവളുടെ കാലുകൾ മരവിച്ചു തുടങ്ങിയിരുന്നു. ദൈവമേ, ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അവൾ പതുക്കെ മുന്നോട്ട് നടന്നു. ഇനി വയ്യ, നടക്കാൻ ഇനി കഴിയുന്നില്ല. ഒരിത്തിരി ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ശരീരം ആകെ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തണുത്ത ആ ഭൂമിയിൽ അവളുടെ മുട്ടുകൾ പതിഞ്ഞപ്പോ അവളുടെ കണ്ണിലേക്ക് പെട്ടെന്നൊരു പ്രകാശം തെളിഞ്ഞു. അതൊരു കുഞ്ഞു വീടാണെന്ന് മനസ്സിലായി. അവിടെ നിന്നുള്ള ആ ഒരു പ്രകാശമായിരുന്നു. അവൾ എഴുന്നേറ്റ് കാലുകൾ ഏന്തി ഏന്തി അവിടേക്ക് നടന്നു. നടത്തിയിൽ പലയിടത്തും അവൾ വീഴുന്നുണ്ട്. ഒടുവിൽ ആ ഒരു വീടിന്റെ വാതിക്കൽ വരെ അവൾ വന്നു. പെട്ടെന്ന് ആരോ ഒരാൾ കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. അതൊരു യുവാവായിരുന്നു. ദി സ്റ്റോറി ഓഫ് ദുർഗ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.